ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലാണുള്ളത് കേട്ടോ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കറന്തക്കാട് മുതൽ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 5-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ കറന്തക്കാട് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കറന്തക്കാട് ജംഗ്ഷൻ ഭാഗത്ത് മേൽപ്പാലത്തിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മുഴുവനായിട്ട് പൂർത്തിയായിട്ടില്ല. വളരെ ഫാസ്റ്റായി തന്നെയാണ് ULCC വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ വർക്ക് നല്ല സ്പീഡിലായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ വർക്ക് കഴിഞ്ഞ് 2 ഭാഗത്തായിട്ടും ക്രാഷ് പാഡിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ ഡിവൈഡർ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ്. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞുള്ള നുള്ളിപ്പാടി ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെയും സ്റ്റാർട്ടായിട്ട് നേരത്തെ മണ്ണിട്ട് സെറ്റാക്കിയതാണ്. ഇവിടെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നല്ല പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കറന്തക്കാട് ഭാഗം കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാകുന്ന ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ ഡിവൈഡറിൻ്റെ ഭാഗത്തും സൈഡിലായിട്ട് ക്രാഷ് പാഡിൻ്റെ ഭാഗത്തായിട്ട് ഇപ്പോൾ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ്. ഇവിടെ മുതൽ റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെ റോഡിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. നമ്മുടെ ഏരിയാൽ ഭാഗത്ത് മാത്രമാണ് വർക്ക് അല്പം പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. അവിടെ ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കായിട്ട് ലേറ്റായതാണ്. നമ്മളങ്ങനെ താളിപ്പടപ്പ് മൈതാനി എത്തിയിട്ടുണ്ട്. താളിപ്പടപ്പിൽ അണ്ടർ പാസേജ് വരുന്നുണ്ട്. നേരത്തെ വർക്കൊക്കെ ഫിനിഷായിട്ട് വാഹനത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഉയരത്തിലാണ് റോഡ് വരുന്നത്. അണ്ടർ പാസേജ് വരുന്നത് കൊണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ 6 വരി പാതയുടെ ഒരു വശത്ത് കൂടി 3 വരി പാതയിൽ വാഹന ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മറുവശത്ത് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തായതുകൊണ്ട് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടുക്കത്ത് ബയൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുക്കത്ത് ബയൽ ഇവിടെ 2 ഭാഗത്തായിട്ടും മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് വാഹന ഗതാഗതത്തിനായിട്ട് 3 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ മുതൽ എൻട്രി വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുകയാണ്. ഇവിടെ ജനങ്ങൾ 2 ഭാഗത്തോട്ടും റോഡ് മുറിച്ച് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തോട്ടും ആളുകൾ മുറിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിൽ അപകടം വരുത്തി വെക്കാവുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്താൽ വലിയൊരു അപകട സാധ്യതയുണ്ട്. പല ഭാഗത്തും ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതാണ്. നമുക്കൊക്കെ അറിയാം, മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ മഞ്ചേശ്വരം ടൗണിൽ ഫുട് ഓവർ ബ്രിഡ്ജ് എന്തായാലും അനുവദിക്കേണ്ടതാണ്. അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരപ്പന്തലൊക്കെ നമുക്ക് കണ്ടതാണ്. പല ഭാഗത്തും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ കാസർഗോഡ് പോലെ തന്നെയാണ് ഏറ്റവും വേഗതയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏരിയാൽ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു MNB വരുന്നുണ്ട്. ഒരു തോടിന് കുറുകെയായിട്ട് ചെറിയൊരു പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഏകദേശം ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നുണ്ട്. സർവീസ് റോഡ് കൂടിയാണ് കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഏരിയാൽ ഭാഗത്തോട്ട് പിന്നെ നടക്കാൻ ബാക്കിയുള്ളത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമനം നമുക്ക് ഏരിയാൽ ഭാഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് നേരത്തെ റോഡ് ഇപ്പോൾ തുറന്നു കൊടുത്തതാണ്. അതിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ JCB ഉപയോഗിച്ച് ഇപ്പോൾ മണ്ണിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്കാണ്.
ഇവിടെ അണ്ടർ പാസേജ് വരുന്നതുകൊണ്ട് നല്ല ലാഗായിരുന്നു. നേരത്തെ പഴയ നാഷണൽ ഹൈവേ കൂടിയായിരുന്നു വാഹനഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ നല്ല ഫാസ്റ്റായി തന്നെയാണ് ഏരിയാൽ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു വശത്ത് റോഡ് തുറന്നു കൊടുത്തിരുന്നു, അത് കൂടിയാണ് ഇപ്പോൾ ഇരുഭാഗത്തോട്ടും വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഒരു ഭാഗത്തായിട്ട്, അതിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെയുള്ള കാറ്റൽ അണ്ടർ പാസേജ് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്നത് വർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഭാഗത്ത് പുരോഗതിയുണ്ട്. ഇപ്പോൾ എരിയാൽ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. എരിയാൽ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ കഴിഞ്ഞ ഭാഗത്താണ്. മൊഗ്രാൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൊഗ്രാൽ ഭാഗത്തും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. വളരെ ഫാസ്റ്റായി തന്നെയാണ് ULCC വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഇടത് ഭാഗത്തായി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ നേരത്തെ വർക്ക് നടന്നതാണ് ആറുവരിപ്പാതൻ്റെ പൈനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തോട്ടും ഇപ്പോൾ ആറുവരിപ്പാത കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമ്മൾ CPCRI ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ് അണ്ടർ പാസേജ് വരുന്നത് നമ്മുടെ ചൗക്കി ഭാഗത്താണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്, വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തതാണ്. ഇപ്പോൾ മുകളിൽ ഭാഗത്തായിട്ട് അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ റോഡ് ഒരു ഭാഗത്ത് ക്ലോസ്ഡായിരുന്നു. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇവിടെ ക്ലോസ്ഡാണ് കേട്ടോ. അപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡ് പെട്ടെന്ന് സെറ്റാക്കിയാൽ വാഹനങ്ങൾക്ക് പെട്ടെന്ന് സുഖമായിട്ട് പോകാൻ സാധിക്കും. വലിയ ഗതാഗത കുരുക്കൊന്നും നമുക്ക് നേരിടേണ്ടി വരില്ല. പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വടകര ഭാഗത്ത് വാഗാടിൻ്റെ വർക്ക് അവിടെ വളരെ സ്ലോ ആണ് വർക്ക് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നല്ല പ്രതിഷേധം നടക്കുന്നുണ്ട്. വടകര ടൗണിലൊക്കെ ട്രാഫിക് കുരുക്കൻ കാര്യം പറയേ വേണ്ട. ആ ഭാഗത്തൊക്കെ സഞ്ചരിച്ചവർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ ചൗക്കി എത്തിയിട്ടുണ്ട്. ചൗക്കിയിൽ അണ്ടർ പാസേജിൻ്റെ വർക്കാണ് നടന്നിട്ടുള്ളത്. അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ? അപ്പോൾ ഈ ഗ്യാപ്പ് എന്തെന്ന് നമ്മൾ ഇവിടുത്തെ ഒരു എൻജിനീയറോട് ചോദിച്ചു. അപ്പോൾ എൻജിനീയർ പറഞ്ഞ കാര്യമാണ്, അത് അടക്കുമെന്നാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും സഞ്ചരിക്കുന്നതാണ് കേട്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി. ഇപ്പോൾ ചൗക്കി ഭാഗത്ത് കഴിഞ്ഞ് നല്ല ഉയരത്തിലാണ് കേട്ടോ ചൗക്കി അണ്ടർ പാസേജിൻ്റെ മുകളിലെ റോഡ് വരുന്നത്. നമുക്കറിയാം അണ്ടർ പാസേജ് വരുന്ന ഭാഗത്തൊക്കെ നാടുകൾ രണ്ട് സ്ഥലമായിട്ട് വിഭജിക്കുന്നു എന്ന് നാട്ടുകാരുടെ ആരോപണങ്ങളൊക്കെ ഉണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, നാടിന് വികസനം വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചേ മതിയാവൂ. ചൗക്കി അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കല്ലങ്കൈ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വർക്ക് കഴിഞ്ഞ ഭാഗമാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഡിവൈഡറിൻ്റെ വർക്ക് ചില ഭാഗത്ത് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ചില ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് കഴിഞ്ഞ ഭാഗത്ത് നടപ്പാത ഒരുക്കുന്ന പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കൊക്കെ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട്. അങ്ങനെ നമ്മൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മലപ്പുറം ജില്ല പല ഭാഗത്തായിട്ടും ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് നമുക്ക് നടക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കാസർഗോഡ് റീച്ചിൽ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്ത് ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഞാൻ കുറേയായി, ഒരു മാസത്തിൽ കൂടിയായി ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കല്ലങ്കൈ കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ കുന്ന് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഡിവൈഡറിൻ്റെയും പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ ഭാഗത്ത് പൈനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ നല്ല കുന്നും പ്രദേശമായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് താഴ്ചയിലാണ് റോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ പാത കടന്നു പോകുന്നത് നമ്മുടെ റെയിൽവേ പാലത്തിൻ്റെ തൊട്ട് അരികിൽ കൂടി തന്നെയാണ് കേട്ടോ.
നമ്മൾക്കറിയാം കാസർഗോഡ് ജില്ലയിൽ തീരദേശ മേഖലയോട് അടുത്തു കൂടിയാണ് ദേശീയ പാത കടന്നു പോകുന്നത്. നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ കാസർഗോഡ് വരെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെർക്കള ഭാഗത്തോടു കൂടിയാണ് നാഷണൽ ഹൈവേ പോകുന്നത്. കാസർഗോഡ് തീരദേശത്ത് പിന്നെ KSTP റോഡാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. നമുക്ക് അങ്ങനെ മൊഗ്രാൽ പുത്തൂർ കുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുന്നിൽ ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതായി കാണാൻ സാധിക്കും. നേരത്തെ വർക്ക് നടന്നുകൊണ്ട് ഉണ്ടായ ഭാഗമാണ്, വളരെ ലാഗാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് സർവീസ് റോഡ് സെറ്റാക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലതുഭാഗത്തൊക്കെ നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ കുന്നിൽ നല്ലൊരു കുന്നിൻ പ്രദേശമായിരുന്നു. ആ കുന്ന് മണ്ണെടുത്ത് സെറ്റാക്കിയിട്ടാണ് ഇവിടെ നാഷണൽ ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മൊഗ്രാൽ പുത്തൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെ വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ മൊഗ്രാൽ പാലം വരുന്നുണ്ട്. അതിന് മുന്നോട്ടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ മൊഗ്രാൽ പുത്തൂർ ടൗൺ എത്തിയിട്ടുണ്ട്. അണ്ടർ പാസേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചെറിയൊരു അണ്ടർ പാസേജാണ് മൊഗ്രാൽ പുത്തൂർ ടൗണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂർ ടൗൺ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ വാഹന ഗതാഗതത്തിനായിട്ട് റോഡ് നിർമ്മിച്ചിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലതു ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്, കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തുറന്നു കൊടുത്തതാണ്. കാസർഗോഡ് ഭാഗത്തോട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്നത് ഇവിടെ വർക്ക് അല്പം ലാഗാണ്. നേരത്തെ ലാഗാണ്, വർക്ക് വളരെ സ്ലോ ആണ് കേട്ടോ. ഇവിടെ റോഡിൻ്റെ അവസ്ഥ നമുക്ക് നമുക്ക് ഇതിലെ കൂടി സഞ്ചരിച്ചവർക്ക് അറിയാം. വലിയ രീതിയിൽ കുണ്ടും കുഴിയുള്ള റോഡാണ് ഇവിടെയുള്ളത്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് നിർമ്മിക്കുന്നത് വളരെ ലാഗാണ് കേട്ടോ. ഇവിടെ അധികം വർക്ക് പുരോഗതിയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ റോഡ് സെറ്റാക്കി കൊടുത്താൽ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ എളുപ്പമായിരുന്നു. ഇതിലെ കൂടി യാത്ര ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സർവീസ് റോഡ് റെഡിയാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടരാമല്ലോ. അങ്ങനെ നമ്മൾ മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.